Hello dear friends, welcome to Catalytics. Statistical Investigator എക്സാമിൻ്റെ സിലബസിൽ എക്കണോമിക്സ് പാർട്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ളത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ഏരിയ ആണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്നൊരു പ്രോസസ്സാണ്. എന്താ ഇൻപുട്ട്? ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സുകളാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലേബർ, മെഷീനറീസ്, ലാൻഡ്, റോ മെറ്റീരിയൽസ് ഇവയൊക്കെ ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫൈനൽ ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സുകളാണ് ഇൻപുട്ടുകൾ. ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ടുകൾ ഉപയോഗിച്ച് എന്താണോ നമുക്ക് ഔട്ട്കം കിട്ടുന്നത് അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് എല്ലാ പ്രൊഡക്ട്സും ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സുകളാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റിസോഴ്സുകളാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സുകളാണ് എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ലാൻഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, സോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്, മിനറൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രൊഡക്ട്സ് ഇതൊക്കെ നമ്മൾ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ലേബർ ആണെങ്കിലോ ഹ്യൂമൻ്റെ എഫേർട്ടുകൾ, സ്കില്ലുകൾ, പിന്നെ മെൻ്റൽ ലേബർ, ഫിസിക്കൽ ലേബർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനുഷ്യരുടെ കഴിവുകൾ, അവരുടെ സ്കില്ലുകളൊക്കെയാണ് ലേബറിൽ വരുന്നത്. ക്യാപിറ്റൽ ആണെങ്കിലോ മാൻമെയ്ഡ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് മെഷീനറീസ്, ബിൽഡിങ്സ് എക്സെട്ര. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിൽ മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകൾ, മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ക്യാപിറ്റലിൽ വരുന്നത്. ഓർഗനൈസേഷനിലാണെങ്കിലോ നമ്മളുടെ കഴിവ്, അതായത് ഒരു ഫേമാണെങ്കിൽ അവർ കറക്റ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, അത് കറക്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. അതൊക്കെയാണ് ഓർഗനൈസേഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ കൊണ്ടാണ് നമ്മുടെ എക്കണോമിയിൽ പ്രൊഡക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? In order to acquire inputs, a firm has to pay for them. This is called the cost of production. നമ്മുടെ എക്കണോമിയിൽ ഇൻപുട്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേംസ് അതിന് പകരമായിട്ട് അവർക്ക് പേ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് അല്ലേ. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ലാൻഡിനാണെങ്കിൽ റെൻറ്റ് കൊടുക്കണം, ലേബേഴ്സിന് വേജ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫേം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ അതിന് വരുന്ന കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ലാൻഡിന് റെൻറ്റ് വഴിയാവാം, ലേബറിന് വേജ് വഴിയാവാം, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് വഴിയാവാം, ഓർഗനൈസേഷൻ പ്രോഫിറ്റ് എന്ന വഴിയിലാവാം നമുക്ക് കോസ്റ്റ് ഈടാക്കുന്നത്. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് വരുന്നൊരു കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വൺസ് ഔട്ട്പുട്ട് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ്, ദ ഫേം സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഏൺസ് റവന്യൂ. ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു പ്രൊഡക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടൂലേ. ആ ഔട്ട്പുട്ട് ഒരു ഫേം എന്ത് ചെയ്യും? മാർക്കറ്റിൽ സെല്ല് ചെയ്യും. മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? അവിടുന്ന് പകരമായിട്ട് അതിൻ്റെ റവന്യൂ കിട്ടും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂ ആൻഡ് കോസ്റ്റ് ഈസ് കോൾഡ് ഫേംസ് പ്രോഫിറ്റ്. അപ്പോൾ
യഥാർത്ഥത്തിൽ അവർക്ക് വന്നിരിക്കുന്ന കോസ്റ്റും അവരത് മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പം കിട്ടിയ റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങി. ഫോർ എക്സാമ്പിൾ ഒരു ഡ്രസ്സ് വാങ്ങി. നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയത് നമുക്ക് ഷോപ്പിൽ കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് 350 ആണ്. ആ 350ക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങി. പക്ഷേ അതൊരു ഫേം ഷോപ്പിലത് സെല്ല് ചെയ്തിരിക്കുന്നത് 200 അവരുടെ കോസ്റ്റും അവരുടെ പ്രോഫിറ്റൊക്കെ കഴിച്ചിട്ട് 200 അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് 350 ആകുമ്പോൾ അവിടെ റവന്യൂ അതിൻ്റെ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 150 അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 150 അപ്പോൾ ഒരു ഫേം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും പ്രൊഡക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂ ആൻഡ് ദ കോസ്റ്റ് ഈസ് കോൾഡ് ഫേംസ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. The production function of a firm is a relationship between inputs used and output produced by the firm. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫേം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും എത്ര രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് എത്ര രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള റിലേഷൻഷിപ്പാണ് എന്ത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് യൂസ് ഇറ്റ് ഗീവ്സ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓരോ ക്വാണ്ടിറ്റി ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് അത് അവർ ഉപയോഗിക്കുക. ആ റിലേഷനാണ്, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, Q is equal to F of L and K. അതായത് ഇവിടെ L എന്ന് പറയുന്നത് ലേബറാണ്, K എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, Q എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ്. അപ്പം Q is equal to, Q എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്, ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓരോ ദിവസവും കാര്യങ്ങൾ പഠിച്ച് പോവുക. ഓക്കെ, താങ്ക് യു.